ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഏവർക്കും നല്ല ഒരു പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ നല്ല നാഥൻ ഇടയാക്കിയ വിധങ്ങൾ ഓർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്ക് മിഷൻ സമനിലൂടെ ദൈവവചനം ധ്യാനം കേൾക്കുവാനും ധ്യാനിക്കുവാനും പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇപ്രകാരമാണ്: പണവും സജീവ സേവനവും ആവശ്യമാണ്. പണവും സജീവ സേവനം ആവശ്യമാണ്. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇനി വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 2-ാം വാക്യമാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 2-ാം വാക്യം: എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. സുപരിതമായൊരു വചനം, ഏവരെയും ആകർഷിക്കുന്ന ഒരു വചനമാണ്, അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ ശുഭാപ്തി വിശ്വാസത്തോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? വഴിപാട് വാങ്ങണം. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രസിദ്ധീകരണശാലയിലും അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രത്തിലും ജോലി ചെയ്യുന്ന ധാരാളം സ്ത്രീ പുരുഷന്മാരെ നമ്മൾ കാണാറുണ്ട്. മാത്രമല്ല, മണിക്കൂറുകളിൽ അവർ ജോലി ചെയ്തതിന്റെ പരാതി പറയുന്നതായും കേട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് മിസ്സസ് വൈറ്റ്. പലരും പരാതി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം ധാരാളം ജോലികൾ ചെയ്യുന്ന ജോലിയേക്കാൾ അമിതമായി ജോലി ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ളതായ പരാതികളും പരിഭവങ്ങളെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. പക്ഷേ 8 മണിക്കൂറുകൾക്ക് മേൽ ജോലി ചെയ്യേണ്ടി വരുന്നതിൽ അവർക്ക് സംതൃപ്തരാണ്. മാത്രമല്ല, ഇതേ ആളുകൾ തന്നെ അവരുടെ സ്വന്തം തൊഴിൽ ഏർപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്ക എന്ന പോലെ 10 മണിക്കൂറും 12 മണിക്കൂർ വരെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പരാതി പറയല. കാരണം അത് അവരുടെ സ്വന്തം താല്പര്യമാണ്. മാത്രമല്ല, സ്വന്തം പ്രയോജനത്തിനായി ജോലി ചെയ്യുന്നതും ദൈവത്തിനായോ അല്ലെങ്കിൽ അയൽവാസികൾക്കായോ ജോലി ചെയ്യുന്നതും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. 8 മണിക്കൂർ എന്നുള്ളതിന് പകരം 10-12 മണിക്കൂർ ആളുകൾ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് 8 മണിക്കൂർ പോലും ലഭിക്കുന്ന ഈ സമയം ജോലി ചെയ്യുവാൻ വലിയ മടിയുള്ളവരായി കാണുന്നുണ്ട്. പക്ഷേ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം പണവും അതിലുപരി സജീവ സേവനവും നമുക്ക് ആവശ്യം. 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സമ്പത്തിന്റെ അതിലൊരു ഭാഗമാണ് നമ്മൾ ദശാംശമായി കൊടുക്കുന്നത്. ആ ദശാംശം കൊടുക്കുന്നതിനപ്പുറമായി നമുക്ക് മറ്റൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്നാൽ സാധുക്കളായ ആൾക്ക്, നിരാലംബര്, സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്ന ചില പാവപ്പെട്ട ആളുകള്, അതുപോലെ നമ്മുടെ ഭവന നിർമ്മാണം, സഭയുടെ നിർമ്മാണങ്ങൾ, സഭയുടെ കെട്ടുപണികൾ, മറ്റ് ഇതര ധാരാളം വിഷയങ്ങളുണ്ട്. മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങളിൽ കഴിയുന്ന ധാരാളം വ്യക്തികളുണ്ട്. ഇങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുടെ മധ്യത്തിൽ ലോകം നിലനിൽക്കുമ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയപ്പെട്ട വ്യക്തികളെ സഹായിക്കുവാനും സാന്ത്വനിക്കുവാനും കഴിയൂ. ഇത് യേശുവിൻ സ്വഭാവമാണ്. ഈ യേശുവിലൂടെയുള്ള സ്വഭാവമാണ് നമ്മളിൽ പ്രകടമാകേണ്ടത്. നമുക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കലായല്ലോ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ, മത്തായിയുടെ സുവിശേഷം 12-ാം വാക്യത്തില് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായാലും നിങ്ങൾ എല്ലാവരുടെ അടുക്കൽ വരുവിൻ. സകല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെല്ലാവരും യേശുവിന്റെ അടുക്കുവാൻ വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇത് യേശു മാത്രം ചെയ്യുന്നതല്ല, ഉപരി നമ്മളെ ഇതിനു വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. നമുക്കറിയാം, ദശാംശം കൊടുക്കുന്നതിനപ്പുറമായി മറ്റൊന്നും പലർക്കും ചെയ്യുന്നത്. ചെലവ് കുറച്ചുള്ള പരിമിതമായ പ്രവർത്തികൾ സന്മനസ്സോടെ ചെയ്യുന്നത് ഏറെ ശേഖരിക്കുന്നതിനേക്കാൾ തൃപ്തികരമാണ്. പക്ഷെ ശരിയായ പ്രേരണകൾ കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ദൈവസേവനമായി കണക്കാക്കപ്പെടണം. നമുക്ക് ലഭിക്കുന്നതായ സമയം ദൈവം നൽകിയതാണ്. അതിന് ഒരിക്കലും പിറുപിറുപ്പ് അവിടെ കാണിക്കുവാൻ പാടുന്നതല്ല. നമുക്ക് തരുന്നതായ സമയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യം, ഇതെല്ലാം ദൈവനാമമഹത്വത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്ത് കാണുന്ന എത്രയോ നിർധനരാലംബരുമായി കിടന്ന ആളുകളെ സഹായിപ്പാനും സാന്ത്വനമേകാനും ഒരു കൈ താങ്ങൽ കൊടുക്കുവാനും നമുക്കല്ലാതെ, അല്ലെങ്കിൽ യേശുവിനെ അറിയുന്ന, അല്ലെങ്കിൽ ദൈവകൽപ്പന യേശുവിന് വിശ്വാസം കാത്തുകൊള്ളുന്ന ഒരു സെവന്ത് അഡ്വന്റിസ്റ്റ് വിശ്വാസികൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. എന്താ, യേശുവിനെ പോലെ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ ചെയ്യുന്നൊക്കെയും കർത്താവിൻ എന്ന പോലെ എല്ലാവരോടും നന്മ ചെയ്യുവിൻ, ഇതല്ലോ ദൈവ ഇഷ്ടം എന്ന്
പൗലോസ് പറയുന്നുണ്ട്. ഈ അപ്പോസ്തലനായ പൗലോസ് പറയുവാൻ ഏക കാരണം എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? നാം ചെയ്യുന്നത് ദൈവനാമത്തിന് വേണ്ടി ആയിരിക്കണം. യാക്കോബ് 4:17 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ചതിന് വലിയ ദൗത്യമാണ്. കാണപ്പെട്ട സഹോദരനെ നമുക്ക് സ്നേഹിക്കണം. അവിടെ ഒരുപക്ഷെ ക്രിസ്ത്യാനി എന്നോ അക്രൈസ്തവനാണോ എന്നുള്ളതല്ല, ദൈവം നമ്മളെ ഏൽപ്പിക്കപ്പെട്ടതായ ഒരു ദൗത്യം നമ്മുടെ ചുമതലയിലുണ്ട്. അത് നമ്മൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ എന്ന് വിളിക്കുകയും നമ്മൾ യോഗ്യരായിത്തീരുന്നത്. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും ഈ വിധം ഇപ്പോൾ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ദശാംശം കൊടുത്ത് തീർത്തു തൃപ്തിയാകുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായി ദൈവവേലയ്ക്ക് വേണ്ടി ദശാംശം കൊടുക്കുക ഉപരിയായി ആതുര സേവനങ്ങളിൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി 8 മണിക്കൂർ ജോലി എന്നുള്ള കാര്യം അവർ 10-12 മണിക്കൂർ ജോലി ചെയ്ത് അവർ തൃപ്തരായി തീരുന്നവരുണ്ട്. അത് ദൈവം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി അവർ കാണും. ദരിദ്രരെയും രോഗികളെയും കഷ്ടം അനുഭവിക്കുന്നവരെയും സന്ദർശിക്കുന്ന ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് ഈ നമ്മുടെ സമയം. നമ്മുടെ സമയം ദൈവത്തിൻ്റെതാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം അതിനെ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഒരു സത്യക്രിസ്ത്യാനിയായി തീരുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യുവാൻ ഇടയായി തീരേണ്ടതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പണം ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെ ഉണ്ടായെങ്കിലും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് തലകൾ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ലഭിച്ച ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്ത് പണവും സജീവ സേവനവും ആവശ്യമാണ്. ദൈവത്തിന് വേണ്ടി ദശാംശം കൊടുക്കുവാനും ഉപരി മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സേവനവും സജീവമായി നമ്മൾ ചെയ്യേണ്ടതാണ് ദൈവമേ. ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന സമയത്തേക്കാൾ കൂടുതലായി അത് ചെയ്യുവാൻ, അത് നല്ല മനസ്സോടെ ചെയ്യുവാൻ, തൃപ്തിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രേക്ഷകരായ ഓരോ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അവിടെ ആവശ്യങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അതറിഞ്ഞ് സഹായിക്കും. സകല നന്മകളാൽ നിറയ്ക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.